الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, പഠിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഏകദേശം ഒരു മാസം പാരന്റ്സ് മദ്രസ ആരംഭിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫീൽ വരെ കാണാതെ പഠിക്കണമെന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ മാസത്തിലെ എന്റെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത്. തുടർന്ന് ദിവസങ്ങളിൽ ഇടവിട്ടൊക്കെ ഓരോ സൂറത്തുകളായി വീഡിയോ അയക്കുകയും ഓതിയിടാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് അധികം ആളുകളും അത് ചെയ്തു, ആ വർക്കുകൾ പൂർത്തീകരിച്ചു എന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതില് അത്ഭുതപ്പെട്ട ഒരു കാര്യം, എന്നെ വിളിച്ച ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവ് പറഞ്ഞ ഒരു കാര്യം, ഞാന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടി സമയം വേണം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതിനെ കേട്ടത് സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഒരു കൺവെർട്ടായി വന്ന ഒരാൾക്ക് ദീൻ പഠിക്കാൻ എത്രത്തോളം സൗകര്യമുണ്ടോ ഇല്ലേ എന്നതൊക്കെ നമുക്കറിയാവുന്നതും പരിശോധിക്കപ്പെടേണ്ടതുമായ വിഷയം തന്നെയാണ്. അവിടെ ഈ ഒരു സംരംഭം കൊണ്ട് ഒരാൾക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കിട്ടുന്ന നന്മകൾ എത്രത്തോളം എന്നത് നമുക്ക് ആലോചിക്കാവുന്നതിനും അപ്പുറമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെല്ലാവർക്കും ഖൈറും ബർക്കത്തും പഠിക്കാനുള്ള ഭാഗ്യവും മനസ്സിലാവാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഏകദേശം 82 ആളുകളായിരുന്നു. 85 ആളുകൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്. ഇപ്പൊ നിലവിൽ ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കത് തുടങ്ങി വെക്കേണ്ടതിന് ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ക്യാമറ ഓണാക്കിയാൽ, മറ്റു ക്ലാസ്സുകളിൽ ആ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഹിഫ്ളിന് എന്തായാലും കുറച്ച് ആളുകളെങ്കിലും ക്യാമറ ഓണാക്കണം എന്നത് ഒന്ന് സൂചിപ്പിക്കുകയാണ്. പറ്റുന്നവർ മാത്രം ഓണാക്കിയാൽ മതി, അല്ലാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ ഓണാക്കേണ്ട ആവശ്യമില്ല. എന്റെ വോയിസ് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ക്ലിയർ ആണ്. അപ്പോ നമുക്ക് എവിടുന്നാ തുടങ്ങേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഒന്ന് മഖ്റജുകളെ സംബന്ധിച്ചാണ് എടുത്തു വച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് അതിന്റെ മഖ്റജുകൾ ഏതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം അതിൽ തന്നെയുള്ള ആദ്യത്തെ വിഭാഗമായ തൊണ്ടയുടെ അക്ഷരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതായത് തൊണ്ടയിൽ നിന്ന് വരേണ്ട അക്ഷരങ്ങളാണ് എന്നും അത് ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്നീ 6 അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് വരണം എന്നത് നമ്മൾ പറഞ്ഞു വച്ചതാണ്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം പല ആളുകളും അൽഹംദുലില്ലാഹ് ഓതിയപ്പോ, പല ആളുകളല്ല അധികം ആളുകളും അത് ശ്രദ്ധിച്ചതായിട്ട്
നമുക്കത് ഓതുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നീട് പറഞ്ഞത്, അതിനുശേഷം പറഞ്ഞത് വായിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ സംബന്ധിച്ചാണ്. വായിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അത് ഖാഫ്, കാഫ്, ജീമ്, ഷീന്, യാ തുടങ്ങി ഒരുപാട് പ്രധാനപ്പെട്ട അക്ഷരങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ലാമ്, നൂന്, ബാദ്, റാ, ത, ദാല്, ത്വാ, സ, ദാല്, വാ, ദ, സീന്, സ്വാദ്. ഇത്ര അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പിന്നീട് നമ്മൾ ഹിഫ്ളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് പഴയതൊന്ന് പറഞ്ഞു നോക്കിയാലാണ് അൽഹംദുലില്ലാ നമുക്ക് പുതിയതിലേക്ക് പോകുമ്പോൾ കാര്യം ഉണ്ടാകുള്ളൂ. അപ്പോ ആരാ ഒന്ന് പറയാം? പ്രധാനമായിട്ടും തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളൊന്ന് പറഞ്ഞ് ആണെങ്കിൽ തുടങ്ങായിരുന്നു. ഇൻഷാ അല്ലാഹ് ഒരാൾ പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാൾ തയ്യാറാവാനും നന്നായിരുന്നു. ഹംസ എന്ത് വരും? ഹ പറഞ്ഞോളൂ. ഹംസ ഹ ബാക്കി ആ സ്ക്രീൻ ഇടണോ? ഇടണമെങ്കിൽ ഇടാം. ഐന് ഹ ഐന് ഖ. ഓക്കെ. അതായത് അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ്. ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. മൂന്ന് ഭാഗവും തൊണ്ടയിൽ നിന്നാണ്. താഴെ, നടുഭാഗം, മുകൾ ഭാഗം. അൽഹംദുലില്ലാ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ? മാഷാ അല്ലാഹ്. രണ്ടാമത് പറഞ്ഞത് ഈ അക്ഷരങ്ങളാണ്. ഇത് ഒരാൾ പറയാം. ഞാൻ പറയട്ടെ. ഹഫ്സ. പറഞ്ഞോളൂ. മാഷാ അല്ലാഹ്. ഖാഫ്, 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 ജീം, ഷീൻ, യാ, ദ്വാദ്, ലാം, നൂൻ, റാ, ത, ദ, ത്വ, ഹ, ള, വ, ദൈ, സീൻ, സ്വാദ്. കുഴപ്പമില്ല. എന്നാലും ഖാഫ്, ക്യാഫ് ആ വ്യത്യാസം വരണം. പിന്നെ സായ്, എന്നുള്ളത് ക്ലിയർ ആവണം. ഓക്കെ. ബാക്കി എല്ലാവരും എന്തെല്ലാം റെഡിയാണ്. മാഷാ അല്ലാഹ്. ഓക്കെ. അപ്പോ ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അൽഹംദുലില്ലാ. വളരെ സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. ഏതായാലും ഇപ്പോ ഏകദേശം ഇത്രയും 65. ഇനി പറയാലോ. അനുഭവം പറയാൻ മുട്ടിയിട്ടായിരുന്നു. ഈ ക്ലാസ് കൊണ്ടുണ്ടായി എനിക്കൊരു ഗുണം പറയട്ടെ. എനിക്കെന്നെ ഒരു ഗുണം. കഴിഞ്ഞ ക്ലാസ് കൊണ്ടുണ്ടായത് എനിക്ക് 10-60 സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഈ സഹോദരങ്ങളെ കിട്ടിയെന്നാണ്. ഞാൻ എൻജിഒ കോട്ടേഴ്സിൽ ഒരു മീറ്റിംഗിന് വന്നിട്ട് രണ്ടാളുകളെ ഒന്ന് പരിചയപ്പെടാം. സാധാരണ നമ്മൾ എങ്ങനെ പരിചയപ്പെടുത്തുക? അസ്സലാമു അലൈക്കും, സുഖാണോ മൗലവി, അല്ലെങ്കിൽ എന്താ വിശേഷം എന്നൊക്കെ പറയും. ഇത് അത്ഭുതമായിരുന്നു പരിചയപ്പെടുത്തത്. അസ്സലാമു അലൈക്കും മൗലവി. ബോധ സുദേശിൻ്റെത് മാത്രമാണ് അങ്ങനെ പോണത് കണ്ടിട്ടുള്ളൂ ഒരാൾ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പുതിയൊരു ബന്ധം കെട്ടി. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്തതും നീപ്പിയുടെ ക്ലാസ്സിനെ കുറിച്ചായിരുന്നു. വളരെ സന്തോഷം. രണ്ടാമത്തെ ആള് എനിക്ക് എത്ര പറഞ്ഞിട്ടും ഹാഫ് മുകളിൽ മുട്ടുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതി പറഞ്ഞത്. മാഷാ അല്ലാഹ്. വളരെ സന്തോഷം. ഇത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. അപ്പൊ പഠിപ്പിച്ചത് മനസ്സിലായി എന്നത് കേൾക്കുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളും തോന്നിയാൽ അതും സൂചിപ്പിച്ചാൽ വളരെ ഹൈറായി തന്നെ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. പുതിയ ഇന്നത്തെ ക്ലാസ്സിനെ എടുക്കുന്നതിന് മുമ്പ് ഹിഫ്ള് ഒന്ന് നോക്കണം എന്ന് ഞാൻ കരുതിയിരിക്കണം. അതിന് മുന്നായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് രണ്ട് അക്ഷരങ്ങൾ കൂടി മഖ്റജ് പരമായി നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഹിഫ്ളിന്റെ നമുക്ക് എല്ലാവരെ കൊണ്ട് ഓരോ സൂറത്ത് വെച്ചിട്ട് ഓതിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ നിലവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്
ആദ്യം പറഞ്ഞത് തൊണ്ടയാണ്. തൊണ്ടയുടെ അക്ഷരങ്ങൾ അത് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു തന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് വായയുടെ ഭാഗത്താണ്. വായ അടങ്ങുന്ന ഉൾഭാഗമായ നാവ് ചലിക്കുന്ന ഭാഗങ്ങൾ അടങ്ങുന്ന സ്ഥലങ്ങളെയാണ് രണ്ടാമതായി നമ്മൾ പറഞ്ഞത്. മൂന്നാമതായി നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ചുണ്ടുമായി സംബന്ധിച്ചായിട്ടുള്ള അക്ഷരങ്ങളാണ്. ചുണ്ട് ഉപയോഗിച്ച് കൊണ്ട് പറയേണ്ട അക്ഷരങ്ങൾ. അൽഹംദുലില്ലാ, ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള മഖറജുകളാണ് ചുണ്ടുകളുടെ മഖറജ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉച്ചരിക്കുന്നത് ഈ മഖറജ് അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് ഒരു കഷ്ടപ്പെട്ട് മാറ്റിയൊന്നല്ല പറയുന്നത് എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി അതിൽ വരുന്ന അക്ഷരം ഫ ആണ്. ഒന്നാമതായി വരുന്ന അക്ഷരം ഫ. എങ്ങനെ ഉച്ചരിക്കേണ്ടത്? അവരാ മലയാളം ഒരാൾ വായിക്കോ? ഒന്നിന്റെ മലയാളം ആരെങ്കിലും? താഴെ ചുണ്ടിന്റെ നനവുള്ള ഭാഗവും മേൽപ്പല്ലുകളുടെ അഗ്രവും. ഈ പല്ലിന്റെ ഈ ഭാഗം ഈ ചുണ്ടിന് മുട്ടിക്കാം. അതന്നെ ഫ. അതാണ് ഒന്നാമത്തെ മഖ്റജ്. നമ്മളൊക്കെ ഫ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഭാഗം അല്ലെങ്കിൽ നനവുള്ള ഭാഗത്ത് എന്തായാലും മുട്ടാതെ നമുക്ക് ആർക്കും ഫ പറയാൻ കഴിയില്ല. ഫ എങ്ങനെ ഫ പറഞ്ഞാലും അൽഹംദുലില്ലാ നമ്മുടെ ചുണ്ടിന് മുട്ടുന്നുണ്ട്. നമ്മുടെ മഖ്റജ് അതിൽ വളരെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ അക്ഷരം ബ ആണ്. അതിന്റെ മഖ്റജ് ഒരാൾ പറയോ? രണ്ട് ചുണ്ടിന്റെയും നനവുള്ള ഭാഗം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വളരെ സന്തോഷം. അപ്പൊ നേരത്തെ പറഞ്ഞത് പല്ലാണ് ചുണ്ടിൽ മുട്ടിക്കേണ്ടത്. ബ ആകുമ്പോ രണ്ട് ചുണ്ടിൽ നനവുള്ള ഭാഗം ബ. എളുപ്പമാണ്, നമ്മൾ അങ്ങനെ തന്നെ പറയുന്ന കേട്ടോ. ഒരുപാട് വിവരിക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല, അൽഹംദുലില്ലാ. മൂന്നാമത്തേത് മീമാണ്. അതാരാ പറയാ? രണ്ട് ചുണ്ടിന്റെയും ഉണങ്ങിയ മീം. രണ്ട് ചുണ്ടിന്റെയും അവിടെ എന്താന്ന് പറയണമെങ്കിൽ ഒന്ന് അഡ്മിനാക്കോ? ഇനി പറയാം. രണ്ട് ചുണ്ടിന്റെയും ഉണങ്ങിയ ഭാഗം. നേരത്തെ പറഞ്ഞത് നനവുള്ള ഭാഗം ബ. ഇപ്പൊ പറയുന്നത് ഉണങ്ങിയ ഭാഗം. കുറച്ചും കൂടി വാ അടയണം. മീൻ. ഓക്കെ. നാലാമത്തേത് വാവ്. വാവിന്റെ താര പറയാ? രണ്ട് ചുണ്ടിന്റെയും രണ്ടു ഭാഗവും ചേർന്ന് നടുഭാഗം ഒഴിവായിക്കൊണ്ട്. ഒന്ന് തുറക്കണം. വാവ്, വാവ്. ആ ഒരു സെന്റർ ഭാഗം ഓപ്പൺ ആക്കണം. എന്നാ രണ്ട് ചുണ്ടിന്റെയും ഒരു ചെറിയ കണക്ഷനും വേണം. അങ്ങനെ പറയാൻ കഴിയൂല, വേറെ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെയൊക്കെ മഖ്റജ് ഒരിക്കലും നമ്മുടെ തെറ്റാറില്ല എന്നുള്ളതാണ് അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള കാര്യം. ഇതാണ് പ്രധാനമായിട്ടും ചുണ്ടിൽ നിന്ന് വരുന്ന മഖ്റജുകൾ. ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏകദേശം ഈ 4 എണ്ണമാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 3 സെറ്റുകൾ. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ എന്നീ അക്ഷരങ്ങൾ അടങ്ങുന്ന 3 സെറ്റ് തൊണ്ട. ശേഷം ഖാഫ്, കാഫ്, ജീമ്, ഷീന്, യാ, വാദ് അങ്ങനെ തുടങ്ങി അവസാനം സ, സീന്, സ്വാദ് എന്നീ അക്ഷരങ്ങൾ വരെയുള്ളത് വായ് ഉപയോഗിക്കുന്ന നാവ് ഉപയോഗമുള്ള ഭാഗങ്ങൾ. പിന്നീട് നമ്മൾ ഇപ്പോ പഠിച്ചത് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ 4ഉം വളരെ എളുപ്പമാണ് എന്നത് ആദ്യം മനസ്സിലാക്കുക. അൽഹംദുലില്ലാ. നാലാമത്തെ മഖ്റജ്
നാലാമത്തെ മഖ്റജിന് പറയുന്ന പേര് ജൗഫ് എന്നാണ്. അത് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന സ്ഥലമാണ്. അതൊരു പ്രത്യേകമായ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന യാ വാവ് അലിഫ്, അതാണ് നീട്ടാൻ. ആ എന്ന് നീട്ടാൻ അലിഫാണ്, ഈ എന്ന് നീട്ടാൻ യാ ആണ്, ഊ എന്ന് നീട്ടാൻ വാവാണ്. ഈ മൂന്ന് നീട്ടാനുള്ള ശബ്ദം വരുന്നത് തൊണ്ട, അതുപോലെ നാവ്, ചുണ്ട്, ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഒരു കാറ്റ് രൂപേണ പുറത്തേക്ക് വരേണ്ടതാണ്. യാതൊരു മറ്റു മഖറജുകളൊന്നും ഉപയോഗിക്കുകയില്ല. അതിനെയാണ് ജൗഫ് എന്ന് പറയുന്നത്. വായയുടെ ഉൾഭാഗം എന്നാണ് അതിനർത്ഥം വരുന്നത്. ജൗഫ് എന്ന അക്ഷരത്തിന്റെ മഖ്റജ് ആ, ഈ, ഉ എന്നത് മാത്രമാണ്. അങ്ങനെയാണ് അതിന്റെ മഖ്റജുകൾ വരുന്നത്. പിന്നീട് വരുന്നത് ഹൈഷൂം എന്നതാണ്. തരിമൂക്ക് എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. തരിമൂക്ക് അത് മണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മഖ്റജാണ്. അതായത് എവിടെയെങ്കിലും നമ്മൾ ഒരു പ്രസ്സിങ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, അതായത് ഒരു മണിക്കുക എന്ന് പറഞ്ഞാൽ മിമ്മ, ഇന്ന, ഇങ്ങനെ രൂപത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് മണിക്കേണ്ടതുണ്ട്. അങ്ങനെ മണിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രം ഓണാകുന്ന ഒരു മഖ്റജാണ് ഖൈഷൂം. ഖൈഷൂം എന്ന് പറഞ്ഞാൽ മൂക്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും, ആ ഭാഗത്തേക്ക് ശബ്ദം പോകും. അതിനെയാണ് ഖൈഷൂം എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നത് മണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ്, അല്ലാത്തപ്പോൾ ഉപയോഗമില്ല. അതുപോലെ തന്നെ ജൗഫ് എന്ന മഖ്റജും നീട്ടുമ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിന്റെ ഉപയോഗം ഉള്ളിൽ നിന്നൊരു ശബ്ദം പുറത്തു വരിക എന്നത് മാത്രമാണ്. പിന്നെ പറഞ്ഞ 4 മഖ്റജുകള്, 4 അക്ഷരങ്ങള്, അത് ചുണ്ടിൽ നിന്ന് വരേണ്ടതാണ്. ചുണ്ട് കൃത്യമായി ഉപയോഗിച്ചിരിക്കണം. നമുക്ക് അത് ഉപയോഗിക്കാതെ അക്ഷരം പറയാൻ പറ്റില്ല, അതും വളരെ സത്യമാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അക്ഷരങ്ങൾ പ്രധാനമായിട്ടും വാദ്, സ്വാദ്, അതുപോലെ തന്നെ റാല്, എന്നീ അക്ഷരങ്ങൾ, അതുപോലെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ഈ 6 അക്ഷരങ്ങൾ, ഇവ നമ്മൾ പണിയെടുത്താലേ കിട്ടും. ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഞാന് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ആളുകളും ഗ്രൂപ്പിൽ ഓതിയിട്ടു. ഇപ്പോ 20 ആളടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. മുമ്പ് ഗ്രൂപ്പിൽ ഓതിയിടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അൽഹംദുലില്ലാ, അതിൽ 1-2 ആളുകളുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഞാനത് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എല്ലാവരും നല്ല രീതിയിൽ ഓതി. എന്നാൽ പോലും 1-2 പേര് എനിക്ക് അത്ഭുതം തോന്നിയത്, ഓരോ മഖ്റജും ശ്രദ്ധിച്ച് അവിടെ എന്താണ് ആ ശബ്ദം എന്ന് നല്ല ധാരണയോടുകൂടി ഓതിയ ഒരു അവസ്ഥ എനിക്ക് പല വോയിസുകളിലും, പ്രത്യേകിച്ച് മാഊൻ ഓതിയ വോയിസില്, അതുപോലെ തന്നെ ഇദാജ നസ്റുള്ള ഓതിയ വോയിസിലൊക്കെ കൃത്യമായ മഖ്റജുകൾ ഉപയോഗിക്കുന്നതായി കണ്ടു. ആ ആളുകൾ എനിക്ക് തോന്നുന്നത് അവരതിൽ വല്ലാത്തൊരു ഒരു സ്ട്രെസ്, അതായത് കുറച്ചും കൂടി അതിന് പണിയെടുത്തിട്ടുണ്ട്. ആ രീതിയിലേക്ക് നമുക്കും എന്ത് ചെയ്യണം, ആ രീതിയിലേക്ക് മാറാൻ നമുക്കും സാധിക്കുമ്പോഴാണ് കൃത്യമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ ഓത്തിലും മഖ്റജുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക. ഇതാണ് മഖ്റജിന്റെ ഭാഗം. നമ്മുടെ 1ാമത്തെ ക്ലാസ്സിലൂടെ പഠിച്ചതും ഇപ്പോഴും കൂടി പഠിച്ചു തീർക്കുന്ന ഒരു കാര്യം, മഖ്റജുകൾ ഇതൊക്കെയാണ്. ഇതിന്റെ ഷീറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇട്ട് തരാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴും അല്ലെങ്കിൽ അറിയുന്ന സൂറത്തുകൾ ഓതുമ്പോഴൊക്കെ ഒന്ന് നോക്കണം, ഇതൊക്കെ എന്റെ ശരിയാകുന്നുണ്ടോ, എന്റെ മഖ്റജ് കറക്റ്റ് ആണോ. കാരണം ഒരക്ഷരത്തിന്റെ മഖ്റജ് മാറിപ്പോയാൽ അർത്ഥം വരെ മാറിപ്പോകും എന്നതാണ് നമ്മൾ അതിന്റെ തഫ്സീറുകൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെ മഖ്റജിന്റെ വിഷയത്തിൽ ഇന്നത്തോടുകൂടി മഖ്റജിന്റെ ക്ലാസ് അവസാനിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഓതുമ്പോൾ എവിടെയെങ്കിലും ഞാൻ ഓതിപ്പിക്കുമ്പോഴോ ഗ്രൂപ്പിൽ ഓതിയിടുമ്പോഴൊക്കെ എവിടെയെങ്കിലും മഖ്റജുകൾ തെറ്റിയാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ മെന്ററുകൾ നിങ്ങൾക്ക് അത് തെറ്റ് തിരുത്തി തരും എന്ന് ഇൻഷാ അല്ലാഹ് വിശ്വസിക്കുന്നു. അപ്പോ ഇനി നമുക്ക് വേണ്ടത് പുതിയ നിയമങ്ങൾ 1-2 പഠിക്കണം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ നിലവിൽ പഠിച്ച സൂറത്തുകൾ, അതിനെ കുറിച്ച് നമുക്കൊന്ന് എന്ത് ചെയ്യണം, റെഡിയാക്കണം. ഇനി നമ്മുടെ പണി അതാണ്. ഓക്കെ, നമ്മുടെ മുമ്പിലുള്ള പണി ഇനി അതാണ്. എന്ത്,
നമ്മൾ പഠിച്ച സൂറത്തുകൾ റെഡിയാക്കണം. ഞാൻ അഭിപ്രായം ചോദിച്ചോട്ടെ, ഞാൻ ഈ പേര് വിളിച്ച ആളുകളെ വിളിക്കണോ അതോ സ്വയം നിങ്ങൾ തയ്യാറാകണോ? ഏതാ നല്ലത്? കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓരോരുത്തരെ പേര് ആണ് വിളിച്ചത്. അപ്പോ ഒന്ന് രണ്ട് ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു എല്ലാവരും അതിന് തയ്യാറാവുന്നുണ്ടാകോ, അവർക്കൊരു പരാതി വരുമോ, ബുദ്ധിമുട്ട് വരുമോ എന്ന് ചോദിച്ചിരുന്നു എന്നോട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓപ്പണായി ചോദിക്കുകയാണ്, ഞാൻ ആ രീതി അവലംബിക്കണോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആരുടെയും ഓതാൻ പറയുമ്പോൾ ആരെങ്കിലും ഓതിയാൽ മതിയോ? നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് പറയാമോ? ഒന്ന് രണ്ടാളുകൾ പറഞ്ഞതിന് അതുപോലെ ചെയ്യാം. ആരും മിണ്ടുന്നില്ല. പേര് വിളിക്കുന്നതാണ് നല്ലത്. ഒരാള് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു എന്നെ പള്ളിക്കാട്ടിലേക്ക് നിങ്ങൾ സലാം അറിയിപ്പിക്കരുത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് എന്താ കാണണമെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അബ്ദുൾ റസാഖ് ഒരു ഉണ്ടയും ഒരു ശരീരം. അതുപോലെ ഇപ്പുറത്ത് നിഷ ഒരു ഉണ്ട ഒരു ശരീരം. അതിനിടയിൽ ഹസ്ന KK ഒരു H. അതിനപ്പുറത്ത് MEP IT വിങ് ഒരു F. അതിനിടയിൽ സഗീർ മാനസ്. അങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ മാത്രമുണ്ട്. ആരാ ഏതാ എന്താ അള്ളാഹുവിന് മാത്രം. ഞാന് ഒരു താരത്തിന് വിളിച്ചിട്ടാ. പിന്നീട് മൂപ്പര് അപ്പൊ ഓതിയിട്ടില്ല. മൂപ്പര് ഞാൻ കഴിഞ്ഞ ക്ലാസ് വിളിച്ചിട്ട് മൂപ്പര് റീപ്ലൈ ആകുന്നില്ല. അപ്പൊ ഞാൻ നേരി കണ്ടപ്പോ ചോദിച്ചേ, അല്ല നിങ്ങൾ എന്താ ഞാൻ വിളിച്ചിട്ട്, ഞാൻ ഫോൺ ഇപ്പുറത്ത് വെച്ചിട്ട് അപ്പുറത്തൊരു പണിയിലായത്. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഈ ക്ലാസ്സിലുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇപ്പുറത്ത് ഓണാക്കി വെച്ചിട്ടേ അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല. എല്ലാവരും ലൈവിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾ ക്യാമറ ഓണാക്കിയാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ടേ എനിക്ക് ക്ലാസ് എടുക്കണുള്ളൂ തീരുമാനിക്കുക. മാഷാ അല്ലാഹ്. എന്റെ നാസർക്ക് കയറി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്തോ ഒരാൾക്കാരാ. മറ്റൊരാൾക്കും ക്യാമറ ഓണാക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഓഫാക്കി പോരുന്നില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ഏതായാലും ഓഫാക്കി പോരുത്. ഹുസൈൻ ഖാനൊക്കെ ആദ്യമായിട്ടൊക്കെ ഉണ്ട്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കിനി ഹിഫ്ള് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന സൂറത്തുകളാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഫീല് മുതൽ നാസ് വരെ ഓതാം. ഞാൻ ക്യാമറ ഓണാക്കാത്തവരെ പേര് വിളിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ല. അങ്ങനെ ക്യാമറ ഓണാക്കിയല്ലേ. അപ്പോ ആദ്യം ഇൻഷാ അല്ലാഹ് ഫീല് ഓതണം. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ട് മഖറജുകളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വേറെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് മഖറജ് തെറ്റിപ്പോയി എന്ന് കരുതി ഇൻഷാ അല്ലാഹ് ഒരു പ്രശ്നമില്ല. നമ്മളത് റെഡിയാക്കാൻ തന്നെയാണ് ഈ പഠിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആദ്യത്തെ സൂറത്ത് ഓതാൻ പോകുന്ന ആളുടെ പേര് എന്റെ ഒരു സ്റ്റുഡന്റും കൂടി ആയിട്ടുള്ള ആസിയ അബു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل؟ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അടിപൊളിയായിട്ട് മതി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അടുത്തത് ഖുറൈശ്. ആർക്കെങ്കിലും സ്വയം എടുക്കാം ഇൻഷാ അല്ലാഹ്. ഒരു സൂറത്ത് അങ്ങനെ ഒരു അവസരം തരാം. ആർക്കെങ്കിലും സ്വയം ഓതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓതാം.
بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ. അടിപൊളിയായിട്ട് ഓതിട്ടോ, ഒന്നും പറയാനില്ല. മാഷാ അല്ലാ, സന്തോഷം. അടുത്തത് മാഊനാണ്. മാഊൻ ഞാൻ പറയുന്ന ആള് ഓതിക്കുന്നത്. നാസർക്ക തച്ചവെള്ളത്ത്. നാസർക്ക് പോയോ? നസർക്ക പോയി, തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും, അറിയില്ല. ഓക്കെ, ഏതായാലും അടുത്ത ആള് അൻഷത്ത്. ഞാന് ഓതി മ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഒന്നുകൂടെ ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകസ്സിബു ബിദ്ദീൻ ഫദാലിക്കൽ ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൻ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراعون ويمنعون الماعون. മാഷാ അല്ലാ. സാഊൻ അല്ല, സാഹൂൻ. ഹായ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടെ ഓതണം കേട്ടോ. ഒരാൾ ഓതുമ്പോ നിങ്ങളൊക്കെ കൂടെ ഓതണേ, എന്നാലാണ് നമുക്കും അത് പഠിക്കാൻ പറ്റുള്ളൂ. الذين هم عن صلاتهم ساهون. عن صلاتهم ساهون. ഒരു കട്ടി വരണം. ഓക്കെ, അടുത്തത് ഇനി ഒരാൾക്ക് സ്വയം ഏറ്റെടുക്കാം. ചെറിയ പ്രശ്നത്തിലായി പോയിട്ടാ, ക്ഷമിക്കണം, സോറി. അല്ലാതെ വലിയ സുഹൃത്തായിട്ടല്ലല്ലോ. അല്ല, എന്റെ സംഭവം പ്രശ്നത്തിലായിരുന്നു, അതുകൊണ്ടാണ്. ശരി ശരി, അപ്പൊ കൗസറുകൾ ഓതിക്കോളൂ. ഏതാണ് ചെറുതാണ്? കൗസർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ما شاء الله. കൗസർ. കൗസർ അത് മാത്രം നോക്കണം. വൻ ഹർ അല്ല, അത് നിങ്ങൾക്ക് തെറ്റിയില്ല, ഞാൻ സൂചിപ്പിച്ചത് മാത്രം. വൻ ഹർ അല്ല, വൻ ഹർ. അത് നാസർക്ക് ശ്രദ്ധിച്ചു ഓതിയത്. കൗസർ. ഓക്കെ, മാഷാ അല്ലാ. ഇനി അടുത്തത് ഓതേണ്ടത് സെബീന റഊഫ് സെബി. നമുക്ക് ഓതാൻ കഴിയുമെങ്കിൽ കാഫിറൂൻ ഓതണ്ട. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد
ലക്കും ദീനുക്കും വലിയ ദീൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഓത്ത് കേൾക്കുമ്പോ തന്നെ വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് റഹ്മത്ത് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇനി ഇദാ ജാ നസ്റുല്ലാഹ്, അത് ഇഷ്ടമുള്ള ഒരാൾക്ക് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അടിപൊളിയായിട്ട് ഓതിട്ടോ. ഓക്കെ, അടുത്ത സൂറത്ത്. ഇനി ഏത് സൂറത്ത്? തബ്ബത്തല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അടുത്തത് ഖുൽ ഹുവല്ലാഹു അഹദ്. അത് പാരോദ. ജഹാംഗീർ, അത് ഓത റെഡിയായോ? ഓതിക്കോളൂ. അടുത്ത സൂറത്ത് ജഹാംഗീർക്ക് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഖുൽ ഹുവല്ലാഹു. ഒരു ഹു ഉണ്ട് കേട്ടോ അവിടെ. അത് ഹു ആയിട്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത സൂറത്ത് ജഹാംഗീർ ഇൻഷാ അല്ലാഹ്. ഫലഖ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. നഫ അല്ലെ? സായല്ലോ. ഓക്കെ, ലാസ്റ്റ് സൂറത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മാഷാ അല്ലാഹ്. സയ്യിദുക്കായെ, ഞാൻ നോക്കുമ്പേ ഇദാജാ നസ്റുല്ലാഹ് തൊട്ട് വല്ലതാണ്. ക്യാമറയുടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും വേറെ ആളോ, അതിന് മുമ്പ് ബാക്കോട്ട് പോകും. ഇനി കിട്ടിയ പിന്നെ എന്റെ അടുത്ത സൂറത്തിൽ വന്നു ബാക്കോട്ട്. അൽഹംദുലില്ലാഹ്. അതൊരു ഓതിയില്ല. മാഷാ അല്ലാഹ്, വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്. ഏകദേശം എല്ലാവരും, ബാക്കിയുള്ളവർ ഓതാത്തവരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് അൽഹംദുലില്ലാഹ് ഓതിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വളരെ സന്തോഷം. ഇനി നമുക്ക് ആദ്യം പുതിയ ഒരു നിയമം, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു നിയമം പഠിക്കണം.
അതിന് മുന്നോടിയായിട്ട് ഇൻഷാ അള്ളാഹ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുതിയ സൂറത്തുകളാണ്. നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പുതിയ സൂറത്തുകളെ കുറിച്ച് നമുക്കൊന്ന് ഇൻഷാ അള്ളാഹ് ഒന്ന് അവലോകനം ചെയ്യാം. ആദ്യം നമ്മളിപ്പോ പഠിക്കാൻ പോണ സൂറത്തുകൾ ഇപ്പൊ സ്ക്രീനിൽ വന്നിട്ടുണ്ടാകും. പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. ഹുമസ സൂറത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച മഖ്റജുകൾ അത് എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 10 minutes. ഹുമസ. അസ്മത നോക്കിയായിരുന്നോ? നമ്മൾ ഈ ആഴ്ചയിൽ ഇൻഷാ അള്ളാഹ് പ്രധാനമായിട്ട് എടുക്കുന്നത് കരുതിയത് 4 സൂറത്തുകളാണ്. കാരണം നമുക്ക് ഇതിന് ശേഷം നമ്മളിപ്പോ പുതിയ നിയമങ്ങളും കൂടി പഠിക്കാൻ പോകുക. അപ്പോ മഖ്റജുകളുടെ ഓർമ്മ നമുക്ക് വേണം. അതുപോലെ ഇപ്പൊ ഒരു നിയമം നമ്മൾ പഠിക്കും ഇൻഷാ അള്ളാഹ്. അതിന്റെ മാനദണ്ഡവും നമ്മൾ പഠിക്കും ഇൻഷാ അള്ളാഹ്. അപ്പൊ അത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഓതാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം. അതുകൊണ്ട് ഹുമസ, വൽ അസ്ർ, അൽഹാഖുമുത് തകാസുർ, അൽ ഖാരിഅ 4 സൂറത്ത് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ ഇൻഷാ അള്ളാഹ്. ഇനി നമുക്ക് ഇടയിൽ വേണമെങ്കിൽ ക്ലാസ് വെക്കണമെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് നോക്കാം, ആലോചിക്കാം. നിലവിൽ 4 സൂറത്തെ എടുക്കുള്ളൂ. 4 സൂറത്തും ഞാൻ 4 സൂറത്ത് ഒതുക്കാനുള്ള മറ്റൊരു കാരണം കൂടി സൂചിപ്പിക്കാം. 1-2 ആളുകൾക്ക് ഫീല് വരെ അറിയത്തുള്ളൂ എന്നും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് പഠിക്കാനും കൂടി എളുപ്പത്തിന് കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് 4 സൂറത്താക്കാം. ഇപ്പൊ ഞാൻ ഓതാൻ പറഞ്ഞ സൂറത്ത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹു നമ്മൾ താഴെ നിന്ന് വരാൻ ശ്രദ്ധിക്കണം. അതാ പറഞ്ഞത്. നമുക്ക് മഖ്റജുകൾ എവിടെയൊക്കെയാണെന്ന് ഓർമ്മ. വൈലുല്ലി കുല്ലി, കുല്ലി അല്ല കുല്ലി, കാഫാണ്, ഖാഫല്ല. അല്ലദീ ജമഅ, ഐനാണ്, തൊണ്ടയാണ്. ജമഅ മാലൻ വഅ, വീണ്ടും ഐനാണ്. ദദ, ദായല്ല ദായാണ്. ഇത് ശ്രദ്ധിക്കണം. യഹ്സബു, യഹ്സബു അല്ല, യഹ്സബു അല്ല, ഹംസയുമല്ല ഹായുമല്ല. അവിടെ ഉള്ളത് ഹ ആണ്. യഹ്സബു അന്ന മാലഹു, മാലഹു അഖ്ലദ കല്ല ലയുംബദന്ന ഫിൽ ഹുതമ, ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മുൻഖദ, മുൻഖദ അല്ലതി തത്വലിഉ ഐൻ, തത്വലിഉ അലൽ ഐൻ, അലൽ അഫ്ഇദ, അഫ്ഇദ ഹംസയാണ്, ഇദ. ഇന്നഹ, ഇന്നഹ അലൈഹിം, വീണ്ടും ഐൻ, അലൈഹിം ഹ മുസ്വദ, സ്വാദ് മുസ്വദ ഫീ അമദിൻ മുമദ്ദദ. ഇതാണ് മഖ്റജ്. ഇതാണ് ആ സൂറത്തിലുള്ള മഖ്റജുകൾ. ഈ മഖ്റജുകൾ തന്നെയായിരിക്കണം നമ്മൾ ഓതുമ്പോഴും വരേണ്ടത്. അത് ശ്രദ്ധിക്കാനാണ് ഞാൻ ഒന്ന് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു വട്ടിപ്പ് ആ സൂറത്ത് ഓതും. ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് നിങ്ങൾ മൈക്ക് ഓഫ് ആയിരിക്കണം, ഓണാക്കരുത്. എല്ലാവരും മനസ്സിൽ ഞാൻ ഓതിയത് കേട്ടതിന് ശേഷം നിങ്ങൾ ഓതണം. മനസ്സിൽ പറ്റുമെങ്കിൽ നമുക്ക് 1-2 ആളുകളെ കൊണ്ട് ആ സൂറത്ത് കണ്ടോദിക്കാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن
لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. നിങ്ങളെല്ലാവരും മനസ്സിൽ ഒരു വട്ടം നോക്കുക ഇൻഷാ അല്ലാഹ്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാളെ കൊണ്ട് ഒതുക്കി, ഒരുപാട് ആൾക്കാർ അത് ശരിയാവില്ല. ഒരു 2 മിനിറ്റ് ഇട്ട് പെട്ടെന്ന് ഒതുക്കോളി. മൈക്ക് ഓഫ് ആയിരിക്കണം, അത് ഓൺ ആക്കണം. ഒരു മിനിറ്റും കൂടി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة صدق الله العظيم. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, വളരെ സന്തോഷം. ഒരാളും കൂടി, ഒരു സഹോദരൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അതില് മാലഹു എന്നാണ്, മാലുഹു അല്ല, മാലഹു. പിന്നെ ഹുത്തമ അല്ല, ഹുത്തമ. തത്തലിഉ അലൽ അഫ്ഇദ. മാഷാ അല്ലാഹ്, കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, ഏകദേശം റാഹത്തായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത സൂറത്ത്, അതിന് മുകളിലുള്ള സൂറത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഒരു മിനിറ്റ് ഓതി നോക്കാം. ഒരു മിനിറ്റും വേണ്ട ഇത്, എന്നാലും ഒരു മിനിറ്റ് ഓതി നോക്കാം. ശേഷം ഒരു സഹോദരി, ഒരു സഹോദരൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر
إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മാഷാ അല്ലാ, മാഷാ അല്ലാ. വാമിലു സ്വാലിഹാത്ത് ആദ്യം ഓതി, രണ്ടാമത് ശരിയാക്കി സ്വാലിഹാത്ത് ഓതി. മാഷാ അല്ലാ. അതന്നെ നമുക്ക് ആവശ്യം. ആ പഠനമാണ് നമുക്ക് ആവശ്യം. അൽഹംദുലില്ലാ. ഇനി ഒരു സഹോദരൻ. ഒരു സഹോദരൻ. بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അൽഹംദുലില്ലാ. അപ്പോ ഈ സൂറത്തും അടുത്ത ക്ലാസ്സിൽ കാണാതെ പഠിക്കേണ്ടതാണ്. ഇനി അതിനുശേഷം പഠിക്കേണ്ട സൂറത്തുകൾ ഈ രണ്ടെണ്ണമാണ്. ഒന്ന് അൽഹാക്കുമുത് തകാസുർ, സൂറത്തു തകാസുർ. മറ്റൊന്ന് ഖാരിഅ. ഓക്കെ, നോദാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഒരു മിനിറ്റ് ഓതി നോക്കുക. ശേഷം ഒരു സഹോദരൻ, ഒരു സഹോദരി. ഞാൻ ട്രൈ ചെയ്തോട്ടെ. ഓ ആയിക്കോട്ടെ, ഓതിക്കോട്ടെ, ഓതിക്കോട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله. ഓക്കെ, അൽഹാക്കുമുത് തകാസുർ. അത് മാത്രമാണ് പ്രശ്നം വന്നത്. അൽഹംദുലില്ലാ. ഓക്കെ അല്ല, ഓക്കെയാണ്. മാഷാ അല്ലാ. ഇനി ഒരു സഹോദരൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون
كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. നല്ല സന്തോഷം. എല്ലാവരും നന്നായ രീതിയിൽ ഓതണം കേട്ടോ. സ്വയം തയ്യാറായി വരുന്നവരൊക്കെ മുഖത്ത് വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, ഇനി ലാസ്റ്റ് സൂറത്ത്, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ലാസ്റ്റ് സൂറത്ത് القارعة. أعوذ بالله من الشيطان الرجيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഒരു മിനിറ്റ് ഒരാൾ ഓതി നോക്കുക എല്ലാവരും. ശേഷം ഓതാത്ത ഒരു സഹോദരിയും ഒരു സഹോദരനും മുന്നോട്ട് വരും. അസ്സലാമലൈക്കും. ഉസ്താദെ, ഈ വഅമ്മാമൻ സകുലത്ത് എന്നുള്ളത് സകുലത്ത് അങ്ങനെയാണോ പറയേണ്ടത്? എന്നത് ഫുള്ളാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അല്ലെ, ഒരു ഏറ് പോലെ അങ്ങനെ പോണോ? സകുലത്ത് അങ്ങനെ. സകുലത്ത് മവാസീനു, കാരണം അതിന് ഫുൾ സുക്കൂൻ കൊടുക്കാൻ പറ്റും. അത് ഞാൻ ഇൻഷാല്ലാ പഠിപ്പിക്കേണ്ട വിഷയമാണ്. പൂർണ്ണ സുക്കൂൻ കൊടുക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിൽ തായ് നശ്രി ഇല്ല എന്നുള്ളതാണ് അതിന്റെ വിഷയം. അതുകൊണ്ട് സകുലത്ത് മവാസീനുഹു എന്നാണ് ഓതേണ്ടത്. അത് ഞാൻ ഇൻഷാല്ലാ പഠിപ്പിക്കും. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഇൻഷാല്ലാ. ഏതായാലും സംശയിച്ചത് കറക്റ്റാണ് മനസ്സിലാക്കുന്നത്. وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه وهو في عيشة راضية وأما من خفت موازينه فأمه حاوية وما أدراك ما هي نار حامية. എല്ലാം ആയിപ്പോയി. ഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ. ഓക്കെ, പിന്നെ ഫഅമ്മാമൻ ആണ്, വഅമ്മാമൻ ആയിപ്പോയി. ഓക്കെ, അൽഹംദുലില്ലാ. മബ്സൂസ്, ആ ഫ നാക്കൊന്ന് പുറത്തോട്ട് വരണം. ഞങ്ങൾ അവനെ ഓദ്യം വിചാരിക്കണോ എന്നെ കേട്ടതിന്റെ പ്രശ്നമില്ല. ഇനി ഒരു സഹോദരൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. മാഷാഅല്ലാ, മാഷാഅല്ലാ. അപ്പൊ ഇത്രയും സൂറത്തുകളാണ് നിലവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്.
കാണാതെ പഠിക്കാനുള്ള സൂറത്തുകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി നമ്മള് അപ്പൊ 4 സൂറത്തുകൾ ഞാൻ ഓരോ ആഴ്ചയിൽ ഒരു സൂറത്തായിട്ട് ചോദിക്കാം. അപ്പൊ ആ സൂറത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് അത് റെഡി ആയിട്ട് എന്ത് ചെയ്യണം, വരണം. അത് ക്ലിയർ ആക്കണം. പഴയ സൂറത്തുകളും ഓർമ്മയിൽ ഉണ്ടാകണം. ഇടയ്ക്കിടയ്ക്ക് ഓതി നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ഓതുമ്പോൾ മഖ്റജ് ശ്രദ്ധിക്കാൻ പ്രത്യേകം ഓർക്കുക ഇൻഷാ അല്ലാഹ്. ഇതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു നിയമമാണ് ശ്രദ്ധ എന്നുള്ളത്. ഓക്കെ, അതായത് നമുക്കറിയാം ശ്രദ്ധനെ കുറിച്ച് നിങ്ങൾ ഓതുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഓതുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് പറയാണ്, 2 അക്ഷരങ്ങളെ ജോയിന്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ശ്രദ്ധനെ നമ്മൾ പഠിക്കേണ്ടത്. അബ്ബ എന്ന് പറയുന്നത് അബ്ബ എന്നതാണ് ഉള്ളിലുണ്ടാകുക. അപ്പൊ അത്രയും കട്ടി നമ്മൾ ആ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ടാകണം. അപ്പൊ ആ ശ്രദ്ധ വരുന്ന ഭാഗങ്ങൾ അതിൽ തന്നെ മീമിനോ പ്രത്യേകം നോട്ട് ചെയ്യണം. മീമിനോ നൂനിനോ ശ്രദ്ധ വന്നാൽ, മീമ് നൂന് ആ 2 അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വന്നാൽ എന്ത് ചെയ്യണം, അവിടെ മാത്രം നമ്മളൊന്ന് മണിക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ? മനസ്സിലായോ? മീം ഒന്നാൻ. അതെ, മീമ് നൂന് 2 അക്ഷരങ്ങള്. ആ 2 അക്ഷരങ്ങൾക്കാണ് ശ്രദ്ധ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മണിക്കണം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതി നമുക്ക് മനസ്സിലാവും. ഖുൽ അഊദു ബിറബ്ബിന്നാസ് കേട്ടോ, അവിടെ ശ്രദ്ധ വന്നു, കൂടെ നമ്മൾ എന്ത് ചെയ്തു, മണിച്ചു. അതേ സമയത്ത് മിൻ ശർരിൽ വേറെ അക്ഷരാണ്, നമ്മൾ മണിക്കണ്ട, ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. അതേ സമയത്ത് മീമ് വന്നാലും മിമ്മ കേട്ടോ, മിമ്മ, കാരണം ശ്രദ്ധ മീമിനോ നൂനിനോ വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മണിക്കണം. വേറെ അക്ഷരങ്ങൾക്ക് ഉദാഹരണം ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് കേട്ടോ, അത് വേറെ നിയമം കൂടി ഉണ്ട് അതിനകത്ത്. എന്നാലും അവിടെ മീമിന് ശ്രദ്ധ വന്നത് കൊണ്ടാണ് മണിച്ചത്. വലാ അന ആബിദും മാ, ഇതൊക്കെ വേറെ നിയമം കൂടി മിക്സറാണ്. എന്നാലും മീമിനോ നൂനിനോ ശ്രദ്ധ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, മണിക്കണം. ബാക്കി അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വന്നാൽ മണിക്കണ്ട, പക്ഷെ കട്ടി കൊടുക്കണം. മറ്റ് മീമിന് നൂനിനും കട്ടി കൊടുക്കണം കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ മണിക്കുകയും വേണമെന്ന് മാത്രം. അതിന്റെ ആ ഒരു ഗൗരവം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഉൾക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടിസ്ഥാനപരമായി, ഇനി നമ്മൾ നിയമങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാളെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓതുമ്പോഴുള്ള നിയമങ്ങൾ, അതായത് ഓത്ത് ഭംഗിയാക്കാനുള്ള നിയമങ്ങൾ പഠിക്കണം. പക്ഷെ നമ്മൾ അതിലേക്കാണ് കടക്കാൻ പോകുന്നത് തന്നെ. അതിന്റെ മാനദണ്ഡമായിട്ടുള്ള ഒരു പാഠം സാക്കിനായ നൂന് തൻവീൻ എന്നൊരു സാധനമാണ്. ഇതിലൂടെയാണ് ഏകദേശം 5ഓളം നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ആ നിയമങ്ങൾ സംഭവിക്കുക. അതായത് നമ്മൾ ഇതിൽ വലിയ തല പൊണ്ണാക്കേണ്ട ആവശ്യമില്ല. സുക്കൂനുള്ള നൂന് എന്നത്, സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തൻവീൻ, ഒരുപാട് വാക്കുകളിൽ അത് സംഭവിക്കാറുണ്ട് അല്ലെ. തൻവീനുള്ള വാക്കുകൾ വരാറുണ്ട്, സുക്കൂനുള്ള നൂന് ഉള്ള വാക്കുകൾ വരാറുണ്ട്. അപ്പോ ആ വാക്കുകൾക്ക് ശേഷം വരുന്ന അക്ഷരങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിയമങ്ങൾ ഉണ്ടാവുക. ഒന്നുകൂടി ക്ലിയർ ആക്കാം. അതിനുശേഷം അതായത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സുക്കൂനുള്ള നൂന് വരും, ഒരുപാട് സ്ഥലങ്ങളിൽ തൻവീന് വരും. നമ്മൾ നേരത്തെ ഖുർആൻ എടുത്ത സൂറത്ത് ഒന്നുകൂടി കാണിക്കാം. അപ്പൊ നമുക്കൊരു ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഹുമസ നോക്ക്, അല്ല സോറി അൽഖാരി ആയിരിക്കും വരുന്നത്. അതില് 5-ാമത്തെ ആയത്ത് നോക്കൂ. തകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻ, കണ്ടോ, സുക്കൂനുള്ള നൂനേശം പാവ് വന്നു. അവിടെ ഒരു നിയമമുണ്ട്, സുക്കൂനുള്ള നൂനേശം പാവ് വന്ന ഒരു നിയമമുണ്ട്. അടുത്തത് 6-ാമത്തെ ആയത്ത് അമ്മാ മൻ, വീണ്ടും സുക്കൂനുള്ള നൂന്, മൻ കഴിഞ്ഞ അടുത്ത അക്ഷരം സായാണ്. അവിടെ വേറൊരു നിയമം വരും. ആ അക്ഷരത്തിന്റെ നിയമം നമ്മൾ ഇൻഷാല്ലാഹ് പഠിക്കും. അതുപോലെ തന്നെ ഫഹുവ ഫീ ഐശത്തിൻ, തൻവീന് ശേഷം റാ വന്നു, ഒരു നിയമമുണ്ട്. അപ്പൊ തൻവീന് സുക്കൂനുള്ള നൂന്, ഈ 2 അക്ഷരങ്ങളെ ആണ്, ഈ അക്ഷരങ്ങൾക്ക് ശേഷം 5ഓളം നിയമങ്ങൾ, അതായത് അറബി അക്ഷരമാലയെ 5ഓളം സെക്ഷനുകളായി മാറ്റിയിട്ടുണ്ട്.
ആ സെക്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ആ പരിശീലനം കണ്ടോ, ഡീലങ്ങൾ ഒരാൾ വായിക്കുക പരിശീലനങ്ങളൊന്ന്. നിലവിൽ വായിക്കാത്ത ഒരാൾ വായിച്ചാൽ നന്നായിരിക്കും ഇൻഷാ അല്ലാ. നമ്മുടെ സമയം കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞു. നീ വായിക്കാത്തവർക്ക് മടിയുണ്ടെങ്കിൽ വായിച്ചവർക്ക് തന്നെ വായിക്കാം. മൗലവി തന്നെ വായിക്കും. അത് നന്നായി, അത് ഏതായാലും നന്നായി. ആദൻ തൻവീൻ, സൗഇൻ തൻവീൻ, ഖരീബുൻ തൻവീൻ, ഫമൻ സുക്കൂനുള്ള നൂൻ അതായത് സാക്കിനായ നൂൻ, അളീമുൻ തൻവീൻ, കുൻ അത് സാക്കിനായ നൂന്, മറദുൻ തൻവീൻ, റസൂലുൻ തൻവീൻ, ഷൈഅൻ തൻവീൻ, റിശാവത്തുൻ തൻവീൻ, റാസിഖിൻ തൻവീൻ, ഹുദൻ തൻവീൻ. ഇതൊക്കെ തൻവീനാണ്. ഇടയില് സുക്കൂനുള്ള നൂനിന്റെ ഉദാഹരണങ്ങളും വന്നിട്ടുണ്ട്. ഇനി മുകളിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് പറഞ്ഞു പഠിക്കാനുള്ളൊരു സാധനം. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അതാണ് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് കൊടുത്തേക്കുന്നത് തൻവീനിന്റെ രൂപത്തിലും മറ്റേത് കൊടുത്തിട്ടുള്ളത് സുക്കൂനുള്ള നൂനിന്റെ രൂപത്തിലാണ്. തൻ തൻ, തിൻ തിൻ, തുൻ തുൻ, സൻ സൻ, സിൻ സിൻ, സുൻ സുൻ, ജൻ ജൻ, ജിൻ ജിൻ, ജുൻ ജുൻ, ദൻ ദൻ, ദിൻ ദിൻ, ദുൻ ദുൻ. സുക്കൂനുള്ള നൂനാണ്, ഒന്ന് തൻവീനാണ്. അതിന്റെ ഒരു ശൈലി പഠിപ്പിക്കുന്നതാണ്. ഇതിനൊരു പ്രത്യേകത, രണ്ടിന്റെയും ശബ്ദം ഒന്നാണ്. സുക്കൂനുള്ള നൂനിന്റെയും തൻവീനിന്റെയും ശബ്ദം ഒരേ രൂപത്തിലാണ് ഉച്ചരിക്കുന്നത്. തൻ എന്ന് പറഞ്ഞാലും ഇപ്പുറത്ത് സുക്കൂനുള്ള നൂനോടുകൂടി തൻ പറഞ്ഞാലും ഏകദേശം ഒരേ ശബ്ദമാണ്. അപ്പോ ഈ ഒരു ഇതിന്റെ ബാക്കിൽ ഇതിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ, അത് ഹംസയാണെങ്കിൽ ഒരു നിയമമാണ്, ബ ആണെങ്കിൽ ഒരു നിയമമാണ്, ത ആണെങ്കിൽ ഒരു നിയമമാണ്. അങ്ങനെ വിവിധങ്ങളായ നിയമങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഷാ അള്ളാ നമ്മൾ സഞ്ചരിക്കുന്നത്. ആ നിയമങ്ങൾ അതാത് തൻവീനിന്റെയും സുക്കൂനിന്റെയും നൂനിന്റെ ശേഷം കണ്ടാൽ അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ പഠിക്കും. അതേ രൂപത്തിൽ പിന്നീട് ഓതണം. ഞാൻ വേണമെങ്കിൽ ഒരു നിയമം പഠിപ്പിക്കാം, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, കാരണം ഓൾറെഡി സമയം കഴിഞ്ഞു. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഒരു നിയമം മാത്രം പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വേണോ അതോ അവസാനിപ്പിക്കണോ? ടൈം ആയോ? പറഞ്ഞോ. ഏതാ ഒരെണ്ണം പറയാം. അടുത്ത ക്ലാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നതിന്റെ പേരാണ് ഇൽഹാർ. ഒന്നാമത്തെ നിയമം ഇൽഹാർ, വ്യക്തമാക്കുക എന്നതാണ്. അതിന് ഡീറ്റെയിൽ ഞാൻ പറയാം. അതിന് ഉദാഹരണങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്നാമത്തെ ഉദാഹരണം ത്വയ്റൻ അബാബീൽ എന്നതാണ്. അപ്പോ ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പൊ ഖുറാനിൽ നമ്മൾ ഓതുമ്പോൾ, ഫീൽ ഓതുമ്പോൾ ഒരു ത്വയ്റൻ അബാബീൽ വരും. അവിടെ ത്വയ്റൻ എന്നതിന്റെ അവസാനത്തത് തൻവീനാണ് അല്ലെ? നോക്കിയേ, നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പറയും, തൻവീൻ തന്നെയാണോ അതോ എനിക്ക് തെറ്റിയതാണോ? തൻവീനാണ്. തൻവീനാണ്. തൻവീന് ശേഷം വന്ന ഫസ്റ്റ് അക്ഷരം ഹംസയാണ്. ഹംസ എന്നത് ഇൽഹാറിന്റെ അക്ഷരമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വ്യക്തമാക്കണം. ത്വയ്റൻ അബാബീൽ. ഒന്നും ചെയ്യാൻ പാടില്ല. ഇൽഹാർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആക്കി ഓതുക എന്നാണ്. അതുമ്പോൾ തൊടാനേ പാടില്ല. മണിക്കാനോ ചേർക്കാനോ കൂട്ടിച്ചേർക്കാനോ മറച്ചു വെക്കാനോ ഒന്നും പാടില്ല. ക്ലിയർ ആക്കി ഓതണം. ഇതാണ് ഇൽഹാർ. ഇനി അതുപോലെ തന്നെ ആ റോഡ് ഏറ്റവും താഴെ മിൻ ഐനിൻ ആനിയ, മിൻ എന്നുള്ളത് സുക്കൂനുള്ള നൂനാണ് ആ വാക്കിന്റെ അവസാനം വന്നത്. ശേഷം വന്ന അക്ഷരം ഐനാണ്. ഐൻ എന്ന് പറയുന്നത് ഇൽഹാറിന്റെ അക്ഷരമാണ്. നേരത്തെ മുകളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പഠിക്കുക. അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? അവിടെയും ക്ലിയർ ആക്കണം. മിൻ ഐനിൻ, മിൻ ഐനിൻ എന്ന് പറയാൻ പറ്റൂല. മിൻ ഐനിൻ. അപ്പൊ ഇതിന് ഈ ഇൽഹാർ സംഭവിക്കണമെങ്കിൽ അതിന് മുമ്പ് എന്ത് വരണം? സുക്കൂനുള്ള നൂനോ അല്ലെങ്കിൽ തൻവീനോ വരണം എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ഇൽഹാർ മുതലുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ടും ഉദാഹരണങ്ങൾ കണ്ടെത്തിച്ച്, ഖുറാൻ തുറന്ന് എല്ലാവരോടും ഉദാഹരണം കണ്ടെത്തി വായിക്കാൻ പറയും. ആ രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇൽഹാർ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞത് മഖ്റജുകളാണ്. ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ 4 എണ്ണമാണ്. അതുപോലെ ഹൈഷുവും
ജൗഫ് വായുടെ ഉൾഭാഗം, കരിമൂക്ക്, അതുപോലെ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിട്ടുള്ള അക്ഷരങ്ങൾ സൂചിപ്പിച്ചു. ശേഷം 4 സൂറത്തുകൾ പുതുതായി പഠിക്കാനുള്ള നിർദ്ദേശം അത് ഓതി തന്നു. നിങ്ങളും ഓതി. അൽഹംദുലില്ലാ ഏകദേശം നല്ല രീതിയിൽ ഓതുന്നുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ, ഒന്ന് ഷദ് കട്ടി കൊടുക്കേണ്ട അക്ഷരങ്ങളാണ്. അതിൽ തന്നെ മീമിനും നൂനിനും ഷദ് വന്നാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത് നാസർക്ക? നാസർക്ക എന്താ ചെയ്യേണ്ടത്? മീമിനും നൂനും ഷദ് വന്നാൽ മണിക്കണം. അതന്നെ ഒരു കട്ടി കൊടുക്കണം. ഒന്ന് എന്താ പറയാ, ടൂണും കൂടി വരുത്തണം. മണിക്കാന്നുള്ളതിന്റെ വേറെ മലയാളമാണെന്ന് എനിക്കറിയാം. അതോടൊപ്പം കേട്ടില്ല. അത് അതിലേക്ക് വരെയാണ്. പിന്നെ ഉള്ളത് നമ്മൾ പഠിച്ചത് ഓത്ത് ഭംഗിയാക്കാനുള്ള നിയമങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ. അത് ആരംഭിക്കുന്നത് സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇനി ഓതുമ്പോൾ 1-2 സുക്കൂനുള്ള നൂനും തൻവീനും നിങ്ങൾ കണ്ടെത്തി വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതും ഞാൻ എന്ത് ചെയ്യും, ചോദിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്റെ നമ്പർ വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ സംശയം ഇട്ടാൽ അതിന്റെ റീപ്ലൈ ഞാൻ അറിയിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.